ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് ഒരു കരിമീൻ എങ്ങനെ പൊള്ളിക്കാമെന്ന് നോക്കാവേ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾ, ഉപ്പ്. ഇത്രയാണേ. ഇതിനകത്തോട്ട് ഒന്നുകിൽ ഒരു കുറച്ച് വിനീഗർ ചേർക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി നീര്. ഇതിപ്പം ഞാനിവിടെ വിനീഗറാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇവിടെ ഞാനിപ്പോൾ ഒരു കരിമീൻ ആവശ്യമായിട്ടുള്ള അരപ്പേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു കരിമീൻ കൊണ്ടാണ് ഞാൻ ഇത് ചെയ്ത് കാണിക്കുന്നത്. കരിമീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഫ്രൈ ചെയ്യാൻ വരയത്തില്ലേ, അതുപോലെ വരഞ്ഞിട്ട് വേണം നമ്മളിത് ഇതിനകത്തേക്കൊക്കെ ഇങ്ങനെ മസാല നന്നായിട്ട് പിടിക്കണേ. രണ്ട് സൈഡിലും നന്നായിട്ട് തേച്ച് വയറിനകത്തുമൊക്കെ കുറച്ച് അരപ്പ് തേച്ചെടുക്കണേ. 1 മണിക്കൂറെങ്കിലും നമ്മളിത് ഈ അരപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് മാറ്റി വെക്കണം, എന്നിട്ടേ ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. ഇത് ഷാലോ ഫ്രൈ ചെയ്യുന്നത്. ഇനി നമുക്കിത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി കുറച്ച് അരപ്പ് നിങ്ങൾക്ക് ഇതുപോലെ മിച്ചം വരുവാണെങ്കിൽ എന്തോളൂ അതവിടെ ഇരിക്കട്ടെ. അത് ഉള്ളി വഴറ്റുന്ന സമയത്ത് നമുക്ക് ഈ അരപ്പും കൂടെ അത് യൂസ് ചെയ്യാവുന്നേ ഉള്ളേ. നമ്മളിവിടെ കരിമീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് 1-2 മണിക്കൂർ വെക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ കിട്ടും. ഇനിയിപ്പം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഷാലോ ഫ്രൈ മതി, ഡീപ് ഫ്രൈ ഒന്നും വേണ്ട കേട്ടോ. നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മൂപ്പിക്കണ്ട, ഇത് വല്ലാതെ അങ്ങ് ഫ്രൈ ആക്കണ്ട, ഒരു പകുതി ഫ്രൈ ആക്കിയാൽ മതിയേ. എന്നിട്ട് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഈ എണ്ണയിൽ കുറച്ച് ചുവന്നുള്ളി എരിഞ്ഞു വെക്കണം. ഇത് ഞാൻ ഒരു കരിമീനെ എടുത്തിട്ടുള്ളേ, അപ്പോൾ ഇത്രയും ചുവന്നുള്ളി മതിയാവും. ഒരു 10-12 ചുവന്നുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത് ഇതിനകത്തിട്ട് വഴറ്റിയെടുക്കണം. സ്വല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരു കരിമീൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കുറച്ച് നമ്മൾ എടുക്കുന്നത്. എത്ര കരിമീൻ എടുക്കുന്നോ അതിനനുസരിച്ചുള്ള മസാലയ്ക്കുള്ള കൂട്ട് നമ്മൾ അതിനനുസരിച്ച്. ഇപ്പം സവോള ഇടണമെങ്കിൽ ഒരു സവോളയും കൂടി ഇടാം. ഇതിപ്പം ഒരു മീനല്ല ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് എടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ മീനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പായിട്ടുണ്ട്. ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. ഇതൊരുമാതിരി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ആ മീൻ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു അരപ്പില്ലേ, കുരുമുളക്, ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, അതിൻ്റെ ബാലൻസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഇട്ട് ഞാൻ ഇതിനകത്തൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുവേ. ഇത് ആ അരപ്പാണേ, ബാക്കി വരുന്ന അരപ്പ്. ഇതും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണേ, അല്ലെങ്കിൽ ആ ഒരു പച്ചച്ചൊവയൊക്കെ കാണും. അരപ്പിനകത്ത് നാരങ്ങ നീരാ ചേർക്കുന്നെങ്കിൽ ഒരു കരിമീനൊക്കെ ഒരു ചെറിയ നാരങ്ങയുടെ ഹാഫ് എടുത്താൽ മതി കേട്ടോ. ഇതിനകത്ത് ഞാനിപ്പം കുറച്ച് വിനീഗറാണ് ചേർത്തേക്കുന്നത്. എൻ്റെ ഇത് നാരങ്ങ നീരില്ലായിരുന്നു, അതുകൊണ്ട് വിനീഗർ ചേർത്താലും മതി നാരങ്ങ നീരിന് പകരം. ഇതിൻ്റെ അരപ്പിൻ്റെ ആ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളിയുടെ ഒരു പകുതി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്ത് ഇടണേ. ഇട്ട് ഇതിൻ്റെയും കൂടെ ഒരു പച്ചമണം ഒന്ന് മാറണം. ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കണേ. ഇതിലേക്ക് ഒരു സ്വല്പം തേങ്ങാപ്പാൽ, ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലേ ഉള്ളേ, 1-ാം പാലാണേ, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനകത്ത് കിടന്ന് ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കാകണേ. ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതാ ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കരിമീൻ വാഴയില വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു വാഴയില എടുത്ത് ആ ഗ്യാസിൻ്റെ മേളിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ഈ ഇലയെ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. എന്നിട്ടൊരു സ്വല്പ ഗ്രേവി വെച്ച് ഇങ്ങനെ നിരത്തി കൊടുക്കണം. 2-3 നട്ട്സ്, സവോള വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞത്, 2 ടൊമാറ്റോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഈ കരിമീൻ അങ്ങ് വെച്ച് കൊടുക്കണം, ഫ്രൈ ചെയ്ത കരിമീൻ. അതിനുശേഷം
ബാക്കിയുള്ള ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കണം. കണ്ടോ, അത് ഫുള്ള് ആ മീൻ ഫുള്ള് ഇങ്ങനെ കവർ ചെയ്യുമോ അന്നേരം ആ ഗ്രേവി. ഒരു കരിമീൻ ഇത്രയും ഗ്രേവിയുടെ ആവശ്യമേ ഉള്ളൂ. കണ്ടോ, ഇത് ഫുൾ കവറായി. ഇനി ഇതിൻ്റെ പുറത്തേക്ക് 2-3 സ്ലൈസ് സവോള, 2 പീസ് ടൊമാറ്റോ ഇതുപോലെ വട്ടത്തിലരിഞ്ഞത്, പിന്നെ നട്ട്സ് ഇത്രയാക്കി വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഫ്രഷ് കറിവേപ്പില നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ആ ഒരു ലീഫ് ഓട് ഉണ്ടല്ലോ, ആ ഒരു തണ്ട്, അതങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. ഈ ഇല ഒരു സ്വല്പം ഇങ്ങനെ മടക്കുക. നമ്മൾ ആ വാട്ടിയത് കാരണമാണ് ഇതുപോലെ മടങ്ങി വരുന്നത്. ഞാൻ ഒരു ഇലയിൽ കൂടെ ഒന്ന് കവർ ചെയ്യുവേ, അഥവാ ഇത് പൊട്ടി വല്ലതും പോവുകയാണെങ്കിൽ അതുപോലെ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് കവർ ചെയ്തേക്കും. വാഴയിലയുടെ ചുന്തല കിട്ടുവാണെങ്കിൽ ഇതിനെക്കാട്ടി നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കവർ ചെയ്തിട്ട് നമ്മൾ ആ വാഴയിലയുടെ ഒരു നാരുണ്ടല്ലോ, ആ ഇലയുടെ അടിഭാഗത്ത് കാണുന്ന ആ ഒരു നാര് പോലത്തെ ഒരു സാധനം ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് കെട്ടി കൊടുക്കണം. ഒരു കെട്ടും കൂടെ ആകാം, അല്ലെങ്കിൽ ഇടയ്ക്ക് പൊട്ടിപ്പോയാലേ നമ്മളിത് എണ്ണയ്ക്കകത്തിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്യുവേ. അപ്പോൾ ഈ തിരിച്ച് മറിച്ച് വിടുമ്പോൾ ഇത് പൊട്ടിപ്പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ 2-3 നാര് കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കെട്ടി ഒന്ന് കൊടുക്കുന്നു. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലേക്ക് ഒരു സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഒരു പാൻ വെച്ചിട്ട് നമ്മളൊരു സ്വല്പം വെളിച്ചെണ്ണ ഇങ്ങനെ കുറച്ച് മതിയേ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയേ ഉള്ളൂ കേട്ടോ. ആ ചൂടായതിന് ശേഷം നമ്മൾ ഈ വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചേക്കുന്ന കരിമീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കണേ. എന്നിട്ട് 2-3 മിനിറ്റ് ഇതിനകത്ത് ഇങ്ങനെ കുക്ക് ചെയ്യാൻ വെച്ചേക്കണം. ഓരോ സൈഡ്, ഒരു സൈഡ് 3 മിനിറ്റ്, പിന്നെ അടുത്ത സൈഡ് നമ്മൾ തിരിച്ചിട്ട് ഒരു 3 മിനിറ്റ് അങ്ങനെയും കൂടെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയാവും. നമ്മുടെ കരിമീൻ ഒരു സൈഡ് ഞാൻ 3 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം 3 മിനിറ്റ് ആയി. ഇനി ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്തേക്കാവേ. കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഉണ്ടോ, നല്ല ആവി പറക്കുന്ന കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയായി. പാലപ്പം, കള്ളപ്പം ഇതിൻ്റെ എല്ലാം കൂടെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കരിമീൻ പൊള്ളിച്ചെന്ന് പറഞ്ഞാൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്